അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസം ഈ വ്യക്തിയോട് അങ്ങോട്ട് വരാൻ പറയുന്നു. പി ശശിയെ കാണുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ പി ശശിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു, ശശിയേട്ടാ, ഇവർക്ക് ഇങ്ങനൊരു സംശയമുണ്ട്. നിങ്ങൾ ഇടപെട്ടിട്ടാണ് പോലീസ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്ന് ഇവർക്ക് പോലീസുകാരിൽ നിന്ന് തന്നെ കിട്ടിയ വിവരമുണ്ട്. അദ്ദേഹം തരിശൻ്റെ മുഖത്തേക്ക് കുറച്ചേരം നോക്കി. എന്താണ് MLA, നമ്മൾ നീതിയുടെ ഒപ്പല്ലേ നിൽക്കുള്ളൂ എന്നാണ്. അതിവിടെ പറയൂന്നാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് നീതി കിട്ടും. ആ വ്യക്തി മടങ്ങിപ്പോന്നു. വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. അവസാനം ഹൈക്കോടതിയെ സമീപിച്ചു. അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പം ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കിയവൻ ഇപ്പോഴും ജയിലിലാണ്. നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി എന്ന് പറഞ്ഞാൽ 1999 മുതൽ ക്രൈം പുറത്തുവിട്ട വാർത്തകളെല്ലാം സത്യമാണെന്ന് വിളിച്ചു പറയുകയാണ് PV അൻവർ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് വരെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായി മാറിക്കഴിഞ്ഞപ്പോൾ ക്രൈം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നോരോ അദ്ദേഹം വിളിച്ചു പറയുകയാണ്. കേരളത്തിൽ പി ശശിയെക്കുറിച്ച് ആദ്യമായി വാർത്തകൾ ചെയ്തിട്ടുള്ള ഒരാൾ ഞാനാണ്. അദ്ദേഹവുമായി ഏറ്റുമുട്ടിയുള്ള ഒരാളാണ് ഞാൻ. അവിടെ നിന്നിങ്ങോട്ട് അദ്ദേഹത്തെക്കുറിച്ച് എത്ര സ്റ്റോറികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സത്യമാണെന്ന് ഇപ്പോൾ പച്ചയായി പറഞ്ഞിട്ടുള്ളത് ആരാണ്? PV അൻവറാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു MDMA ബിസിനസ്സിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയും പങ്കുണ്ട് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. MDMA മയക്കുമരുന്നിൻ്റെ ഡോൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലെ ഒരാളാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതാപരമായിട്ട് ശരിയാണെന്ന് മാത്രമല്ല, അതിൻ്റെ തെളിവുകളാണ് PV അൻവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കേരള സർക്കാരിനെയും പിണറായി വിജയനെയും CPM-നെയും വിറപ്പിച്ച് വിട്ടിരിക്കുകയാണ് PV അൻവർ. അദ്ദേഹം നിലമ്പൂരും കോഴിക്കോടും നടത്തിയിട്ടുള്ള 2 പരിപാടികൾ കൊണ്ട് തന്നെ, 2 സമ്മേളനങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനും CPM-ഉം വിറയ്ക്കുകയാണ്, മുട്ടും കാലിലഴുകയാണ്. അവർക്ക് പേടി കൊണ്ട് അവർക്ക് നിലതെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PV അൻവർ ഏത് വിധേനയും തകർക്കാനും കൊല്ലാനും അതേപോലെ കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെയൊക്കെ ഏതെല്ലാം തരത്തിൽ വേട്ടയാടി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്ര കള്ളക്കേസുകൾ എൻ്റെ പേരിലെടുത്തു. ഇപ്പോൾ പോലും എൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശരി, കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ്ങാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹത്തിന് ഏറ്റവും വലിയ വലങ്കൈ പി ശശിയാണെന്നും അതിന് കൂട്ടു നിൽക്കുന്നത് ADGP അജിത് കുമാറാണെന്ന് കൃത്യമായി PV അൻവർ തെളിവ് സഹിതം വിളിച്ചു പറഞ്ഞതിൽ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് നടത്തിയ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും വസ്തുതാപരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതൊന്ന് പൂർണ്ണമായി നമുക്ക് കേൾക്കാം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി BJP-യുമായി ഉണ്ടാക്കിയ ബന്ധമാണ്. ഇന്നലെ ഡൽഹിയിൽ അദ്ദേഹം ഹിന്ദു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂ കൃത്യമായ ഒരു ടാർഗറ്റോട് കൂടിയിട്ടാണ്. മലപ്പുറം ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മലബാർ മേഖലയെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം കേരളത്തിൽ ആരും അറിയില്ലാതെ ഇവിടെ മലയാള പത്രത്തിൽ അങ്ങനെ ഒരു കാര്യം പറയാതെ ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തതിന് കാരണം BJP-യെയും അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും സംതൃപ്തിപ്പെടുത്താനാണ്. മാത്രമല്ല, അൻവറിനെതിരെ കള്ളക്കേസുകൾ എടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നുള്ള ഓപ്പറേഷൻ ശക്തമാക്കാൻ കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് വ്യക്തമാക്കാൻ പറ്റും. പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ മാസപ്പടി വിവാദം തുടങ്ങി എത്ര കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. എന്തിന് ലാവ്ലിൻ കേസ് 8 വർഷമായി സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തൊട്ടിട്ടില്ല. അതിന് കാരണം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയാണെന്ന് ഇപ്പോൾ എല്ലാം വ്യക്തമായി കഴിഞ്ഞു. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന് പിന്നിലും ഈ ബന്ധമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. മാത്രമല്ല, പൂരം കലക്കിയതിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് ഇപ്പോൾ കൃത്യമായി തന്നെ അൻവർ തെളിവ് പുറത്തുവിട്ട് കഴിഞ്ഞു. മാമി കേസ് വസ്തുനിഷ്ഠമായി ഇവിടെ വിവരിക്കപ്പെടുകയുണ്ടായി. അത് അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങാം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഏറ്റവും അവസാനമായി ബക്കർ പറഞ്ഞു വെച്ചത് ആഴ്ചകൾക്ക് മുമ്പ്, 1.5 ആഴ്ച മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ
TP രാമകൃഷ്ണൻ MLA-ക്കും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്കും മുൻ MP ഇളമരം കരീം അവർകൾക്കും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങിയ എല്ലാവർക്കും ഒരു കത്ത് കൊടുത്തു. ബക്കർ പറഞ്ഞതിൻ്റെ അവസാനം ഞാൻ പറയുന്നത് ഒരാഴ്ച മുമ്പത്തെ കാര്യം, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പത്തെ കാര്യം. ആവശ്യം SIT രൂപീകരിച്ചതിന് ശേഷം മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന വിക്രമിനായിരുന്നു കോഴിക്കോടിൻ്റെയും കൂടി ചാർജ്. അദ്ദേഹമാണ് 3 ദിവസം കേസ് SIT-യുടെ കീഴിൽ അന്വേഷിക്കുന്നത്. ആ കേസന്വേഷണത്തിൽ ഇവരെല്ലാവരും, മാമയുടെ ഭാര്യയും മക്കളും, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ബന്ധുക്കളും ഈ ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക്, പോലീസിൽ നിന്ന് നേരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മികവിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പൊടുന്നനെ മാറ്റിയതെന്ന്. അപ്പോൾ ഞാനാണ് ആദ്യം കത്ത് കൊടുക്കുന്നത്. ഞാനന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP-ക്ക് ഞാൻ നേരിൽ പോയി കൊടുത്തതാണ്. ഈ ഉദ്യോഗസ്ഥനെ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ, കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം. ട്രാൻസ്ഫർ അവിടെ നിന്നോട്ടെ. ഇവിടെ അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാമി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കാൻ തീരുമാനമെടുക്കണമെന്ന്. ഞാൻ ക്രൈംബ്രാഞ്ച് ADGP-യുടെ ഓഫീസിലിരുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇരുന്നു. ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ സ്റ്റെനോഗ്രാഫറെ വിളിച്ച് ഇത് DGP-ക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ നിന്ന് മെയിൽ DGP-ക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന ADGP ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു 15-20 മിനിറ്റ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന കത്തുകളൊക്കെ എല്ലാവരും കൊടുത്തു. ഞാൻ വീണ്ടും ബന്ധപ്പെട്ടു, വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഈ നിമിഷം വരെ അങ്ങനൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. ഒന്നിച്ചില്ലാനും വർഷമായി ഒരു തുമ്പുമില്ലാതെ കിടക്കുന്ന കേസിന് ഒരു തുമ്പുണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ ആ അന്വേഷണത്തെ 2 ദിവസം കൊണ്ട്, 2.5 ദിവസം കൊണ്ട് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പം ആരോ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളതിന് സഹകരിക്കാൻ നിൽക്കണ്ട. ഒരു അന്വേഷണം കൊണ്ടൊരു കാര്യമില്ല. നിങ്ങളടുത്തുള്ള തെളിവുകൾ കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യമില്ല. ഈ അന്വേഷിക്കുന്ന അന്വേഷണ ടീം അന്വേഷിച്ചിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കറിയാത്. പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കൂല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ സ്ഥിതി അറിയാം നിങ്ങൾ? ADGP-യുടെ മുകളിൽ ഒരു പരുന്തും പറക്കൂല, അജിത് കുമാറിൻ്റെ മുകളിൽ. ഇതാണ് ലോകം. ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈ പിടിച്ച് വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടുവിടാൻ തയ്യാറില്ല. എന്താ കാരണം? എനിക്കറിയില്ല. ജനങ്ങൾ പരിശോധിക്കട്ടെ. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ പഴയ കഥയ്ക്കൊന്നും കിടക്കുന്നില്ല കേട്ടോ. ഞാൻ ഷോർട്ടായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഇപ്പോൾ ബക്കർ ഇവിടെ വിശദീകരിച്ചല്ലോ, നിങ്ങളൊക്കെ കേട്ടല്ലോ. എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്? നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ആ ഫീലിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ആ ഫീലിംഗ് എത്ര നേരം ഉണ്ടാകും? ഇപ്പോൾ 7:30 മണി, ഒരു 9:30 മണി വരെ ഉണ്ടാവും. കാരണം ഇവിടുന്ന് വീട്ടിൽ പോയി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് മക്കളോടോ ഭാര്യമാരോടോ ഒന്ന് ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങും. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ PV അൻവർ പറഞ്ഞ് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താ പറയുക, നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ 1 മണിക്കൂർ ആലോചിക്കുന്നത് മനുഷ്യർ 2 മണിക്കൂറാക്കി. പിന്നെ അതൊരു 3, 4, 5 മണിക്കൂറായാൽ ഇതിനൊരു മാറ്റം വരും. ഇപ്പോൾ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇതാർക്കും സംഭവിക്കാം.
ഇവിടെ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും ഏർപ്പാടൊക്കെ നടത്തി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇവരൊക്കെ നിങ്ങൾ ആലോചിച്ചോ? ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്വർണ്ണക്കള്ളക്കടത്തും ഒരു റിദാൻ കേസും ഒരു മാമി കേസുമാണ് വലിയ വിഷയമായി ഇപ്പോൾ എടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് വരാനിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഗതിവിഗതികൾ, ഇത്തരം സംഭവ വികാസങ്ങൾ നിയന്ത്രിക്കപ്പെടും. ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും. പോലീസിൻ്റെ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും ഈ ക്രിമിനൽ വൽക്കരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ നാടിനുണ്ടാകും എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ റോൾ എടുത്ത് രംഗത്തിറങ്ങേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാമി കേസിനേക്കാളും വലിയ പ്രമാദമായൊരു കേസ് ഇന്നല്ല, കുറച്ച് ദിവസമായി എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് പങ്കുവച്ചിട്ട്, കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി, ഇത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വടകരയിൽ പാനൂരിൽ 17 വയസ്സുള്ള ഒരു ആഷിർ എന്ന് പറഞ്ഞ കുട്ടി മയക്കുമരുന്ന് ലോബിക്ക് അടിമപ്പെട്ട് അവരിൽ നിന്ന് ആ കുടുംബം ആ കുട്ടിയെ മോചിപ്പിച്ച് കൗൺസിലിംഗ് നൽകി. രണ്ടാമത് അവൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങി. ഈ തുടങ്ങിയ സമയത്ത് മുമ്പ് ഇവനെ ഇതിന് പ്രേരിപ്പിച്ച കള്ളക്കടത്ത് സംഘവുമായി ചില കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. പിന്നെ ആ കുട്ടിയെ കൊന്ന് വിഷം കൊടുത്ത് പകുതി മയ്യത്താക്കി കൊണ്ടിട്ട് ആശുപത്രിയിൽ മരിക്കുന്ന ഒരു സംഭവമാണ് വടകര പാനൂരിലാണ്. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ സമൂഹം നിങ്ങളത് കേൾക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഇത് കോഴിക്കോടായതുകൊണ്ട്. പാനൂർ പെരിങ്ങത്തൂർ അണിയാരത്തെ പയ്യമ്പലം വീട്ടിൽ അബ്ദുള്ള അഫ്സത്ത് ദമ്പതികളുടെ മകൻ മുഹമ്മദ് ആഷിർ 17 മരണപ്പെട്ടിട്ടുണ്ട്. 2 വർഷമാകുന്നു. 2017 ഡിസംബർ 22 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തങ്ങൾ പീടികയിലെ ചായ കുടിക്കുന്ന കുട്ടികളോടൊപ്പം 2 പേരോടൊപ്പം ഇരിക്കവേ ആഷിർ കുഴഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സ്കൂൾ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായത്. മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് വീട്ടുകാർ പാനൂർ CIക്ക് അന്ന് പരാതി നൽകിയെങ്കിലും ഒരാളെപ്പോലും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു. മയക്കുമരുന്ന് ലോബിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അന്വേഷണം മുടങ്ങിയതെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. ഇനി നിങ്ങളിതിൽ അറിയേണ്ടത്, ആഷിറിൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ അദ്ദേഹം അന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താണ്. ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കണം. മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് ആഷിറിനെ തലശ്ശേരിയിലെ ഒരു മനോരോഗ കൗൺസിലറെ കാണിച്ചിരുന്നു. ചിലർ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ആഷിർ കൗൺസിലർമാർ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അണിയാരത്തെ കോഴിക്കടയിൽ ജോലി ചെയ്തിരുന്ന വയനാട് സ്വദേശിയായ ഒരാളെ പിടികൂടുകയും 50 ദിവസത്തിലധികം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ആഷിർ വെളിപ്പെടുത്തിയ ചിലർ രാഷ്ട്രീയ സ്വാധീനത്താൽ രക്ഷപ്പെടുകയായിരുന്നു. കൗൺസിലിങ്ങിന് ശേഷം ആഷിറിനെ സ്കൂളിലേക്ക് തൻ്റെ ഓട്ടോയിൽ കൊണ്ടുവിടലാണ് പിതാവ്. അതിനുശേഷം തൻ്റെ ഓട്ടോറിക്ഷ രാത്രികാലങ്ങളിൽ നിരവധി തവണ അജ്ഞാത സംഘം കേടുവരുത്തിയിരുന്നു. ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 12:30 സ്കൂൾ ഉച്ചയൂണിന് വിട്ട ശേഷം 2 സുഹൃത്തുക്കളോടൊപ്പം ആഷിർ തങ്ങൾ പീടികയിൽ നിന്ന് പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി. സ്റ്റാൻഡിലെത്തിയ ആഷിർ അജ്ഞാതനായ ഒരാളോടൊപ്പം പാനൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പോയി സ്റ്റാൻഡിൽ തിരിച്ചെത്തി. 1 മണിയോടെ ഖബർസ്ഥാനിൽ ഈ കുട്ടിനെ ഇയാൾ കൊണ്ടുപോകുന്നത്, ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാടാണ്, ഈ പാനൂരിൽ വലിയ ഫോറസ്റ്റ് മാതിരി കിടക്കുന്ന ഖബർസ്ഥാനാണ്. അങ്ങോട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടവരുണ്ട്. ഖബർസ്ഥാനിൽ പോയി സ്റ്റാൻഡിൽ തിരിച്ചെത്തി. 1 മണിയോടെ സുഹൃത്തുക്കളോടൊപ്പം ചുവന്ന കാറിൽ ഈ അജ്ഞാതൻ അവശനിലയിലായ ആഷിറിനെ തങ്ങൾ പീടികയിൽ ഇറക്കി വിടുകയായിരുന്നു. സുഹൃത്തുക്കളായ 2 പേരോടൊപ്പം സമീപത്തെ ചായക്കടയിൽ ഇരുന്നപ്പോൾ ആഷിർ കുഴഞ്ഞു വീഴാണ്. അവിടെ തിരിച്ചു വന്ന ഈ കുട്ടികളെ കൂടെ അവിടെ ജ്യൂസ് സോഡ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നിടത്തു നിന്നാണ് ഈ കുട്ടി കുഴഞ്ഞു വീഴുന്നത്.
ഈ പള്ളി ഖബറിസ്ഥാനിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഈ അജ്ഞാതമായ ഒരു വ്യക്തി ഒരു ചുവന്ന കാറിൽ കൊണ്ടുവിടുന്നത് ഈ കുട്ടികൾ കണ്ടിട്ടുണ്ട്, ഇവൻ്റെ സഹപാഠികൾ. സജീവ MSF പ്രവർത്തകനായ ആഷിറിൻ്റെ മരണത്തിന് ശേഷം പ്രദേശത്തെ 2 യുവാക്കൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭരണകാരണം ഹൃദയസ്തംഭനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മൃതദേഹം പ്രാഥമിക പരിശോധന നടത്തിയ ഡോക്ടർ കിഡ്നി, കരൾ, ആമാശയം, പാൻക്രിയാസിസ് എന്നിവയിൽ രക്തം കട്ട പിടിച്ചതായും ഇതിൽ അസ്വാഭാവികതമുള്ളതായും കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് വിഷം കൊടുത്തു എന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്ലിയറായി പറയുന്നത്. ഒറ്റയടിക്ക് സെക്കൻഡിൽ മരിക്കുന്ന വിഷമല്ല, മണിക്കൂറുകൾ കൊണ്ട് മരിക്കുന്ന വിഷമായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക. പാനൂർ ബസ് സ്റ്റാൻഡ് സമീപത്തെ ഖബറിസ്ഥാനിലേക്ക് ആഷിറിനെ കൂട്ടിക്കൊണ്ടുപോയ ആൾ അന്നേ ദിവസം കൂടെ ഉണ്ടായിരുന്ന 2 സഹപാഠികൾക്കും ആഷിറിനും ഉച്ചഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ 2 സഹപാഠികൾക്കും ആഷിറിനും ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ ഉച്ചയ്ക്ക് തിരികെ കാറിൽ തങ്ങൾ പീടികയിൽ ആഷിറിനെയും സഹപാഠികളെയും ഇറക്കിയ ആൾ എന്നിവർ ആഷിറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുത്താൻ പോലീസ് തയ്യാറായിട്ട്. ഇതൊന്നും പോലീസ് അന്വേഷിച്ചിട്ട് പോലുമില്ല. നാട്ടിൽ കല്യാണത്തിനോ മറ്റോ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകൾക്ക് പോയാൽ ചിലർ അകലം പാലിക്കുന്നതായും, അതായത് പിന്നെ വാപ്പ പറയണം, അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. ഇങ്ങനെ ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മകൻ്റെ പിതാവെന്ന നിലക്ക് നാട്ടിൽ ബഹിഷ്കരണം ഉണ്ടായി. അപ്പം ഞാൻ ആ കേസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരം. ഈ മാമി കേസിൻ്റെ മറ്റൊരു രൂപം, എടവണ്ണ റിദാൻ വധക്കേസിൻ്റെ മറ്റൊരു രൂപം, ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ചക്രത്തിൻ്റെ ഉള്ളിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിലായി പഠിച്ചിട്ട് ഒരു പുനരന്വേഷണത്തിനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ വിചാരം നമ്മളൊരു കുറ്റം ചെയ്യണില്ലല്ലോ, ഞാൻ വളരെ സുഖമായി ജീവിക്കല്ലേ, നമ്മൾ നിയമം നടപ്പിലാക്കി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 100-ലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല. ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധമെങ്കിലും വേണ്ടേ? പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവരാണ് സാധനം കൊണ്ടുവരുന്നത്, ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത്, ഇതിൻ്റെ പണം മുടക്കുന്നതും ലാഭമെടുക്കുന്നതും അവർ. എന്നിട്ട് കേസ് വേണം സുജിത് ദാസിന്. അതിനെന്താ പണി? നിരപരാധികളായ ആളുകളെ, ചെറുപ്പക്കാരെ കൊടുക്കുക. 1 ഗ്രാം 2 ഗ്രാം നിയമത്തിന് വിധേയമായി 1 കൊല്ലമോ 1.5 കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക. അങ്ങനെ സർക്കാരിൻ്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സുജിത് ദാസ് IPS ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ, ഏറ്റവും കൂടുതൽ MDMA കേസ് പിടിച്ചവൻ, രാഷ്ട്രപതിയുടെ അവാർഡല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര ബുദ്ധിയാ. അപ്പൊ അവിടെയാണ് വിഷയം. ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? എൻ്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് എന്താണ് ഹെഡ്ലൈൻ? CPIM has always stridently opposed RSS and Hindutva forces in Kerala. അദ്ദേഹം പറയാണ് CPM ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത്. ഞാനത് പറയാനല്ല, അതിലൊരു വാസ്തവമുണ്ട്, അതിൽ തർക്കവുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിൻ്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമി, മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ചോദ്യമുണ്ടാകും. ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്.
സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിൽ. ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് FIR ഇടുക? മലപ്പുറം ജില്ലയിൽ. അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിലും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ, മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ, അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ. പക്ഷേ പിടിക്കുന്ന എവിടെയാ? അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത്? ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം. ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി. ഇതാർക്കാ അറിയാത്തത്? എന്താ അദ്ദേഹം ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. ഞാൻ സമുദായം പറയാൻ വന്നതല്ല ഇവിടെ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്കാ. ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ല. ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ആഷിർ എന്ന കുട്ടിയുടെ കാര്യം ഞാൻ ഇവിടെ വായിച്ചു. മാമിയുടെ കഥ നിങ്ങളുടെ മുന്നിൽ. എടവണ്ണ എൻ്റെ വീടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് റിദാൻ ബാസിൽ കേസ്. ഈ SIT അന്വേഷിക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ 4 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ക്രൈമാണ് റിദാൻ ബാസിൽ കേസിൽ. തുടക്കം മുതലേ ഞാൻ പറഞ്ഞു, ഈ റിദാൻ ബാസിൽ മരണപ്പെട്ടത് കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട ഷാൻ, ആ ഷാനുമായി അവരുടെ കുടുംബങ്ങളുമായി നിരന്തരമായി 2-3 ദിവസം ഞാൻ സംസാരിച്ചു. ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യൻസ് നടത്തി. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്ന വിധം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. മരിച്ച റിദാൻ ബാസിലിന്റെ കുടുംബവും ഭാര്യയുമായി സംസാരിച്ചു. അവരും വലിയ സംശയത്തിലാണ്. എന്താ സംശയം? ഈ റിദാൻ ബാസിലും മരിച്ച റിദാനും ഷാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരു കൊല ചെയ്യത്തക്ക രീതിയിലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഇല്ല എന്ന് ഈ മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ കുടുംബവും പറയാം. കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുടുംബം തെളിവനുസരിച്ച് ആ രാത്രിയിലെ വൈകുന്നേരം 7 മണി തൊട്ട് പിറ്റേ ദിവസം പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയിലെ കാര്യങ്ങൾ ഓരോന്ന് വിവരിക്കുന്നു. ഭർത്താവിനെ കാണാതെ സുഹൃത്തായ ഷാന് ഭാര്യ വിളിക്കുന്നു പലതവണ. അപ്പോ എങ്ങനെ നമ്മൾ കണക്കൂട്ട് നോക്കിയാലും ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് ആകെ ശ്രമിച്ചത് ഈ കുട്ടി മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ ഹിബയും കൊലയാളി എന്ന് പറയുന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി കാമുകന് ഹിബയെ കിട്ടാൻ ഭർത്താവായ റിദാൻ ബാസിലിനെ കൊന്നു എന്നുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോലീസ് ആദ്യം പോകാൻ ശ്രമിച്ചത്. 2 കുടുംബങ്ങളും അതിനെ റെസിസ്റ്റ് ചെയ്തു. ഹിബയുടെ കുടുംബവും റിദാൻ ബാസിലിന്റെ കുടുംബവും ഒരിക്കലും അത് സംഭവമില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച ഈ പെൺകുട്ടിയെ 2ാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി. 3ാമത്തെ ദിവസം അതിഭീകരമായി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു. മുടി പിടിച്ച് വലിച്ചു. ഷൂ ഇട്ട് വിരലിന്റെ മകളിൽ കയറിയിരുന്നു. കൂർത്ത പെൻസിൽ കൊണ്ട് ഈ ഭാഗത്തിട്ടിടിച്ചു. ഒറ്റ ആവശ്യം, ഇവനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ഈ പെൺകുട്ടി സമ്മതിച്ചു കൊടുക്കണം. 3.5 ദിവസം ക്രൂരമായി മർദ്ദനത്തിനിരയായി ഈ ഷാൻ. ഒരു പുരുഷനെ എങ്ങനെയൊക്കെ മർദ്ദിക്കാമോ അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ അവനും സമ്മതിച്ചില്ല.
നിങ്ങൾ എന്ത് പറഞ്ഞോ അത് സമ്മതിക്കാം. അത് മാത്രം ഈ അവിഹിത ബന്ധം സമ്മതിച്ചു കൊടുത്തില്ല. എന്നിട്ടൊരു 4 വരി കള്ളക്കഥയുണ്ടാക്കി. ഈ റിദാൻ ബാസിൽ ഇവൻ ചെയ്തിരുന്ന ബിസിനസ്സിൽ, ഷാനിൻ്റെ മുതലാളി ചെയ്തിരുന്ന ബിസിനസ്സിൽ ആ പങ്കാളിത്തത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാൻ റിദാൻ ഇടപെട്ടു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ടാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ വിശദീകരിച്ചു, എഴുതി കൊടുത്തു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് വന്നു. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുകയാണ്. എന്താ പെറ്റീഷൻ? ഇത് വിചാരണ സ്റ്റേജിലാണ്. വിചാരണ നിർത്തിവെച്ച് ഞങ്ങൾക്കിത് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് നൽകണം. കാരണം റിദാൻ ബാസിലിൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കോടതി അനുവദിക്കും, സ്വാഭാവികമാണ്. അപ്പം വീണ്ടും ഈ കേസ് തേച്ച് മാച്ച് കളഞ്ഞ അതേ പോലീസിന് തന്നെ വീണ്ടും അത് കൈമാറി. ഈ സ്ഥിതിയാണുള്ളത്. ഇത് പറഞ്ഞാൽ എന്തായി? ഇപ്പൊ PV അൻവറായി എല്ലാ കള്ളത്തരവും. ഇപ്പൊ ബക്കർ പറഞ്ഞിട്ടില്ലേ ഏതൊരു അൻവറിന്റെ കാര്യം? അപ്പൊ നിങ്ങൾ നോക്കണം, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ കോഴിക്കോടിന്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാടിൻ്റെയും നാടാണ്. മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ. ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ? അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാർ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട് അതും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എൻ്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറി മറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. PV അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ സപ്പോർട്ടറായി മാറി ആ PV അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഈ പോലീസിങ്ങിന്റെ ഭാഗമായി കേരളം ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഒരു ഓട്ടോറിക്ഷയുമായി ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി രാവിലെ ഉദിക്കുന്ന വെയില് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ ആ വെയിലിന്റെ ചൂടേറ്റ് ഈ വഴിയോരങ്ങളിൽ ഒരു യാത്രക്കാരനെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. വൈകുന്നേരം വരെ ഓടിയാൽ എന്താ കിട്ടുക? 10, 200, 300 ബാക്കിയാവും. ഡീസലും ചെലവും ടാക്സും. വണ്ടി മറ്റൊരുത്തൻ്റെതാണെങ്കിൽ അവൻ്റെ വാടകയും കഴിഞ്ഞാൽ കിട്ടാവുന്ന ഈ 300, 400 രൂപയാണ്. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് എത്രയാ ഫൈന്? പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എത്രയാ ഫൈൻ? 1000, 2000, 5000. 3 കുട്ടികൾ ബൈക്കിൽ പോയാൽ
മൂന്നാളെ പേരിലും ഫൈന്. ഇത് ഏത് IPC, ഏത് CRPC ഏത് ചോദിച്ചാൽ ഒരാൾക്കും അറിയില്ല. കേസൊക്കെ പോലീസ് സ്വയം നിർവചിക്കപ്പെടുന്നു. CRPCയും IPCയും ഒന്നും പരിഗണിക്കേണ്ടതില്ല, തോന്നിവാസം നടത്തുന്നു. ജനങ്ങളെതിരാകാതിരിക്കുവോ? ഇവിടെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളൊക്കെ അത്യാവശ്യം ബൈക്കുണ്ട്. 2-3 ആള് ചേർന്ന് 2000, 3000, 5000 കൂട്ടി ഒരു 10,000-15,000 സ്വരൂപിച്ച് ഫൈനാൻസ് എടുത്തൊരു ബൈക്ക് എടുത്ത് 3 പേരാണ് രാവിലെ ജോലിക്ക് പോവുക. വേറെ മാർഗമല്ല, ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്നതാണ്. രാവിലെ ബസ് കാത്തുനിന്ന് തൊഴിൽ തുടങ്ങേണ്ട 8 മണിക്ക് ടൗണിലെത്താൻ കഴിയില്ല. ഈ രാവിലെ ഈ 3 പേരും വരുമ്പോൾ വഴിയിൽ പിടിച്ചു നിർത്തുന്നു. 1000, 2000, 3000 ഫൈന്. എങ്ങനെ താങ്ങും ഈ ജനത? എന്നാൽ അത് ചോദിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ചോദിക്കാൻ ചെല്ലുന്ന സഖാക്കളുടെ പൊതുപ്രവർത്തകരെ അപമാനിച്ചിറക്കി വിടുന്നു കേരളത്തിലെ പോലീസ്. ഇതാണ് എൻ്റെ പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഈ സ്വർണം മോഷ്ടിക്കലും പൊട്ടിക്കലും ഉരുക്കലും വിൽക്കലുമൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചതാ. ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു IPS ഉദ്യോഗസ്ഥൻ എൻ്റെ കാല് പിടിച്ച് തിരുമുന്നത് നിങ്ങൾ കണ്ടതാണ്. 25 വർഷം നിങ്ങളുടെ അടിമയായി ഞാൻ ജീവിക്കാം, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി. എന്താ കേസ്? ഒരു 10,000 റുപ്യൻ്റെ മരം കെട്ടത് ക്യാമ്പ് ഓഫീസിൽ നിന്ന്. ഞാൻ കൂടെ നിന്നോ? അത് കഴിഞ്ഞ് ഈ അന്വേഷണവുമായി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ശശിധരനെ സ്ഥലം മാറ്റി. 8ഓളം DYSPമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. ഇവിടെ നിൽക്കുന്ന പത്രപ്രവർത്തകരെല്ലാം റിപ്പോർട്ട് ചെയ്തു. എന്താണ് റിപ്പോർട്ട്? ആഭ്യന്തര വകുപ്പിൽ PV അൻവറിന്റെ സ്വാധീനം, അല്ലേ? എനിക്കതിലങ്ങാണ്ട് ആറാടിപ്പോയാൽ പോരായിരുന്നോ? പക്ഷേ എൻ്റെ തലയിൽ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാണ്. എന്തോ ഒരു കള്ളത്തരം എവിടെയോ നടക്കുന്നു. ഈ ആളുകളെ മുഴുവൻ മാറ്റിയിട്ടും എൻ്റെ മനസ്സിലേക്ക് ഒരു സന്തോഷവും കടന്നു വന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നത് കേസിൻ്റെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ്. ആ നോട്ടത്തിൽ ഞാൻ കണ്ടെത്തുന്നു സത്യസന്ധമായിട്ടൊരു അന്വേഷണവും ഞാൻ രേഖാമൂലം നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. വളഞ്ഞ വഴിയിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നതായി പിന്നീടുള്ള ചോദ്യം. അപ്പോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ചെയ്തൊരിടപാടായി ഞാനിത് കാണുകയാണ്. സുജിത് ദാസിന്റെ സസ്പെൻഷനും SP-യുടെ മാറ്റവും മറ്റുദ്യോഗസ്ഥരുടെ മാറ്റവും പുതിയ SP-യെ വെക്കണമെന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് എനിക്കുള്ള വിളിയും. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പേരൊന്നുമില്ല, ആരെ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്തോ അങ്ങനെ തോന്നിപ്പോയി. ഒരു 4 SP-മാരെ പേര് എനിക്ക് കൊടുക്കാൻ എനിക്ക് അറിവില്ലാത്തതുകൊണ്ടോ ബന്ധമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ നോക്കി ചെയ്യും, നല്ലതാരാ നോക്കി ചെയ്യുന്നു. അപ്പം ഞാൻ ഈ ലഹരിയിൽ അങ്ങ് പോകുമ്പോൾ ഈ അന്വേഷണമൊക്കെ ഒന്നിങ്ങനെ തണുപ്പിച്ച്, പിന്നീട് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, MLA ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് കരുതിയവർ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. ഞാൻ ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അനവധി പത്രസമ്മേളനങ്ങൾ നടത്തി തെളിവുകൾ പുറത്തുവിട്ടു. ഞാൻ എൻ്റെ 2 കാലും കൈയും പിടിച്ച് വലിക്കാൻ നിരവധിയായ ഉത്തരവാദിത്തപ്പെട്ട പരിശ്രമം നടത്തി. 1 ഇഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. വലിയ വലിയ ഓഫറുകൾ വന്നു. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ. ഇതൊക്കെയായി അവസാനം എവിടെയോ ഒരു പന്തികേട്,
അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന അവസാനത്തെ പത്രസമ്മേളനത്തിൻ്റെ 11 മണിക്ക് എന്ന് പറഞ്ഞപ്പോൾ 9 മണിക്ക് ഞാനൊരു ഡോക്യുമെൻ്റ് പുറത്തുവിടുന്നത്. എന്താ ഡോക്യുമെൻ്റ്? കവടിയാറിൽ ADGP അജിത് കുമാർ ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും, കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലീസിന് ഞാൻ കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ വരുന്ന ഡോക്യുമെൻ്റാണ് 33,80,000 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. കോഴിക്കോട്ടുകാർ കേൾക്കണം, ആ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം 10 ദിവസം കഴിഞ്ഞിട്ടില്ല, 10ാമത്തെ ദിവസം 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. രണ്ടും ക്യാഷ് ട്രാൻസാക്ഷൻ, ഒഫീഷ്യൽ, ഒരു ഒറ്റ പൈസ ഇല്ല. 35 ലക്ഷത്തിന് 33,80,000 മറ്റോ വിൽക്കുന്നു. റിസീവ്ഡ് ദ എമൗണ്ട്, പെയ്ഡ് ദ എമൗണ്ട് ബൈ ക്യാഷ്. 65 ലക്ഷത്തിന് വെക്കുന്നു, റിസീവ്ഡ് ദ എമൗണ്ട് ബൈ ക്യാഷ്. നടക്കുമോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും ആ ഫ്ലാറ്റിന് വില കാണിക്കണ്ടേ, വൈറ്റ് എമൗണ്ട്. ഒരു 25 ലക്ഷമില്ലാതെ ചെയ്യാൻ പറ്റുമോ? 35 ലക്ഷത്തിന് ഈ 33 ലക്ഷത്തിൽ ചില്ലാനത്തിന് ഇത് വാങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് അന്നത്തെ ഫ്ലാറ്റിന്റെ വില 60-70 ലക്ഷമാണ്. ഏകദേശം വിറ്റിരിക്കുന്നത് അതേ പൈസനാണ്, വാങ്ങിയിരിക്കുന്നത് പകുതി പൈസക്ക്. രണ്ടും ബ്ലാക്ക് മണി. DGPയുടെ മേശപ്പുറത്തുണ്ട് ആ പേപ്പർ. ആ ഒരൊറ്റ പേപ്പർ മതി ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ. ഈ കള്ളപ്പണ ഉപയോഗം, ഈ RT രജിസ്റ്റർ ഓഫീസിൽ നടത്തിയ അധികാര ദുർവിനിയോഗം, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഭയപ്പെട്ടിട്ടല്ലേ ആ രജിസ്ട്രേഷൻ അതോറിറ്റി അങ്ങനെ ഒരു ആധാരം നടത്തി കൊടുക്കുന്നത്? ചെയ്തോ? ഈ നിമിഷം വരെ ചെയ്തോ? കാരണം മറ്റതൊക്കെ അന്വേഷിക്കണം, മാമിൻ്റെത് കുറെ അന്വേഷിക്കണം, റിദാൻ ബാസിൽ അന്വേഷിക്കണം, ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ വിശദമായ അന്വേഷണം നടത്തണം. ഒരന്വേഷണവും നടത്തണ്ട, ഈ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ മതി. ആ രജിസ്റ്റർ ഓഫീസിൽ ഒരു പോലീസുകാരനെ വിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ മതി. PV അൻവർ കൊടുത്തത് ശരിയാണോ എന്ന് മാത്രമുള്ള പരിശോധന മതി. അപ്പം എന്താക്കി? അതിന് 6 മാസം. എന്തിന്? വിജിലൻസ് അന്വേഷണത്തിന്. സെക്രട്ടേറിയറ്റിൻ്റെയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെയും മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 2 കച്ചവടത്തിന്. അപ്പം ഇനി എന്താ കാത്തിരിക്കുന്നത്? ഇനിയിപ്പോൾ എന്താ മാർഗം? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പല വഴിക്ക് പല രീതിയിൽ പോലീസുകാരെ മാറ്റിത്തന്ന്, മറ്റ് ഓഫറുകൾ തന്ന്, പലതും. ഒന്നും നിന്നില്ല. ഇപ്പം എന്താ പണി? ഇപ്പം ഭീഷണിപ്പെടുത്തുക. ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പം ആ പത്രസമ്മേളനത്തിന് അതാ വരുന്നു. ഈ കള്ളക്കടത്ത് സംഘത്തിന് ഈ പോലീസുകാരുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാം. അതുകൊണ്ട് ഇവരുടെ ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. കള്ളക്കടത്ത് സംഘത്തിലെ ഒരു ലോബിക്ക് ഇതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. പോലീസിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഇതിന് പിന്നിൽ തൽപരരാണോ എന്ന് പരിശോധിക്കണം. അപ്പോൾ പത്രക്കാർ ചോദിക്കുക, അതാരാ? PV അൻവർ ആണോ? അത് എനക്കറിയില്ല. നിങ്ങൾ ചോദിച്ചു, അത് എനക്കറിയില്ല. വീണ്ടും ചോദിക്കുന്നു, എനക്കറിയില്ല. നിങ്ങൾ 2 ചിരി അല്ലേ? 2 ചിരി. അത് കഴിഞ്ഞു. പിന്നെന്താ പറയുന്നത്? ഗവർണർ എന്തോ ഒരു പരാതി കൊടുത്തിട്ട് അൻവറിൻ്റെ പേരിൽ. ഏത് ഫോണേ? ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു. ഞാൻ ഏത് വാപ്പാൻ്റെ മോനാ എവിടുന്നാ വരുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? ഇനി ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായും വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ, എൻ്റെ ഉമ്മ ചെറുവാടിയാ, കൊളക്കാടനാണ് എൻ്റെ ഒരു ഭാഗം രക്തം, ഒരു ഭാഗം പുത്തം വീട്ടിലാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അപ്പം ഇന്ന് ഹിന്ദുവിനാണ് മുപ്പത് കൊടുക്കുന്നത്. ഇതിലപ്പുറം തെളിവ് ഞാൻ എന്താ വേണ്ടത് സഹോദരന്മാരെ? ഒരു കോമൺ സെൻസ്. ഇത് എങ്ങോട്ടുള്ള റിപ്പോർട്ടാണ്? ഇത് എങ്ങോട്ടുള്ള പത്രവാർത്തയാണ്? അപ്പം എനിക്ക് പ്രിയപ്പെട്ട ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന സഖാക്കളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഈ വിഷയങ്ങളൊന്നും തെളിയില്ല. കാരണം എന്താ? ഒന്നും തെളിയില്ല. ഈ നെക്സസ്, ഞാൻ പറയുന്ന നെക്സസ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുഴുവൻ കാരണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. നാം വിളിക്കുന്ന പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന നേതാക്കന്മാർ, നിങ്ങൾ സത്യസന്ധമായ ഒരു കേസിൽ ഇടപെട്ടിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്. ഇപ്പൊ ഈ കോഴിക്കോട് അങ്ങാടിയിൽ 2 or 3 കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താ കേസ്? സാമ്പത്തിക തർക്കം. അപ്പൊ ഇങ്ങനെ നമ്മുടെ സഖാക്കൾ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി വരും. ഒരു കേസ് വളരെ പ്രമാദമായ കേസാണ്. ആളെ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 10-20 ഷോപ്പുള്ള, ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ഒരു വ്യക്തി മാനേജറെ പാർട്ട്ണറാക്കി വെക്കുന്നു. പണം മുടക്കിയവൻ നാട് മുഴുവൻ നടന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. നാട്ടിൽ വരും പിന്നെയും പോവും, നാട്ടിൽ വരും പിന്നെയും ഓടും. ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ചൈന, ഇങ്ങനെ പോകുമ്പോൾ ചില കച്ചവടത്തിലൊക്കെ ഒരു ഷെയർ കൊടുത്തിരുന്നു, 5%, 10%. അവിചാരിതമായി മേശൻ്റെ വലിപ്പിൽ നിന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു കമ്പനിയുടെ ട്രാൻസ്ഫർ, ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ 50% ട്രാൻസ്ഫർ ചെയ്തായിട്ട് കാണുകയാണ്. നോക്കുമ്പം ഉടമസ്ഥൻ്റെ കള്ളൊപ്പാണ്. ROCയിൽ അന്വേഷിച്ചപ്പം ഇത് മാത്രമല്ല, 5-6 കമ്പനി മാറ്റിയാണ് കള്ളൊപ്പിട്ടിട്ട്. ഇത് പരാതിയാവുന്നു, പോലീസിന് പോകുന്നു. പോലീസ് അന്വേഷണം എവിടെ എത്തുന്നില്ല. അങ്ങനെ ഇതിൽ മഞ്ചേരിയിൽ ഉള്ളൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നു. ഇങ്ങനെയാണ് വിഷയങ്ങൾ പറയുന്നു, ഡോക്യുമെൻറ്റ്സ് തരുന്നു. നമ്മളത് വക്കീലിനെ കൊടുത്ത് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. പരിശോധിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, അനൂറാക്ക് അത് ശരിയാണ്, ഇത് മുഴുവൻ ബോഗസ് ഡോക്യുമെൻ്റാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, മോഹനൻ മാഷെ പോയി കാണണം. അപ്പം എന്നോട് പറഞ്ഞു, മോഹനൻ മാഷ അടുത്ത് നിങ്ങളും കൂടെ ഒന്ന് വരണം, ഇത് അത്രയും സീരിയസ് ആണ്, പോലീസ് നീങ്ങുന്നില്ല, ഞങ്ങളെ കൊടുക്കാനാണ് ശ്രമം. അങ്ങനെ മോഹനൻ മാഷ അടുത്ത് വന്നു, ഞാനും വന്നു. മോഹനൻ മാഷ് പഠിച്ച പണി 18 നോക്കി. ഈ സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് അനങ്ങിയില്ല. അപ്പോൾ അവസാനം ഈ വ്യക്തി എന്നോട് പറയാണ്, ഇത് തിരുവനന്തപുരത്താണ്, പി ശശി ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഓഫീസർമാർ പറഞ്ഞത്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസം ഈ വ്യക്തിയോട് അങ്ങോട്ട് വരാൻ പറയുന്നു. പി ശശിയെ കാണുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ പി ശശിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു, ശശിയേട്ടാ, ഇവർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, നിങ്ങൾ ഇടപെട്ടിട്ടാണ് പോലീസ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്ന് ഇവർക്ക് പോലീസുകാരിൽ നിന്ന് തന്നെ കിട്ടിയ വിവരമുണ്ട്. അദ്ദേഹം തരിച്ചെൻ്റെ മുഖത്തേക്ക് കുറച്ചേരം നോക്കി. എന്താണ് MLA, നമ്മൾ നീതിയുടെ ഒപ്പല്ലേ നിൽക്കുള്ളൂ എന്നാണ്. അതിവിടെ പറയൂന്നാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് നീതി കിട്ടും. ആ വ്യക്തി മടങ്ങിപ്പോന്നു. വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. അവസാനം ഹൈക്കോടതിയെ സമീപിച്ചു, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പം ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയവൻ ഇപ്പോഴും ജയിലിലാണ്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു കേസിൽ, ഇതേപോലത്തെ ഒരു കേസിൽ ഇവിടെ റിമാൻഡ് കിടക്കുകയാണ്. ഇന്നലെ ജാമ്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. പരിപൂർണമായ അനീതി. ഇവിടെ കുറേ കച്ചവടക്കാരും വ്യാപാരികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും, എൻ്റെ പൈസ മുടക്കിയ കട, എൻ്റെ ഷോപ്പ് എൻ്റെതല്ലേ, ആരങ്ങോട്ട് കയറാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊന്നും തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങി നിങ്ങളുടെ ഒരു കള്ള ഒപ്പിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇതിൻ്റെ 50% ഷെയർ ട്രാൻസ്ഫർ നടന്നിക്കണമെന്ന് പറഞ്ഞ എഴുത്തു ഒരു ധാരണ ഉണ്ടാക്കി അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങളെന്താ വിചാരിക്കുക? ബിൻ്റെ പേടിയല്ലേ, അത് കള്ളക്കടലാസല്ലേ, ഞാനതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ, എനിക്കൊരു പൈസയും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്ത് പ്രശ്നം എന്നാണ് മനുഷ്യർ ധരിക്കുക. അതാണ് നീതി, അതാണ് നിയമം. പക്ഷേ അതിന് നേരെ വിപരീതമായി കേരളത്തിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുക. നല്ലോണം കരുതിക്കോ നിങ്ങളൊക്കെ. ഈ രീതിയിൽ കാര്യങ്ങൾ പോവാണ്. പൂരം കലക്കിക്കാൻ അതിന് സംവിധാനമുണ്ടാക്കി കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ മാറ്റി നിർക്കുന്ന വർഗീയതക്ക് കടന്നു വരാൻ വഴിയൊരുക്കി കൊടുത്തു. ആര്? ഇതിനാരാ ഉത്തരം പറയേണ്ടത്?
ഉത്തരം പറയുന്നവർ ഉത്തരം മുട്ടിക്കുകയാണ്, കൊഞ്ഞനം കാട്ടുകയാണ്. ഈ രീതി തുടർന്നാൽ ഈ നാട് എവിടെ എത്തും? നമുക്കൊരു എതിരാളി അവനൊരു ഫാസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മുടെ രക്ഷകനെന്ന് കരുതുന്നവൻ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ വീടിനകത്ത് ഒരു പൊട്ടക്കിണർ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വീണുപോകും. അതാണ് അവസ്ഥ. ആ അവസ്ഥാവിശേഷമാണ് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ടുള്ളത്, 1.5 വർഷമായിട്ടുള്ളത്. ആ ദുരന്തമാണ് ഈ മാമി കേസും അനുഭവിക്കുന്നത്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഈ മാമി കേസിൽ ഈ കുടുംബം ആവശ്യപ്പെട്ട ആ കേസ് അന്വേഷിച്ച വിക്രം ആ ഉദ്യോഗസ്ഥന് അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ 1 ഇഞ്ച് പുറകോട്ട് പോകാൻ ആക്ഷൻ കമ്മിറ്റിക്കോ കുടുംബത്തിനോ ഈ നാട്ടുകാർക്കോ സാധിക്കില്ല. ആ വിഷയത്തിൽ ഇനിയൊരു പോരാട്ടം നടത്തേണ്ടി വന്നാൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ അതിൽ സഹകരിക്കണം. എന്ത് മുടക്കാണ് ഗവൺമെന്റ് ഇതിനുള്ളത്? ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത ആ ഉദ്യോഗസ്ഥനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. NIA അടക്കം വർക്ക് ചെയ്ത് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുടുംബവും ഈ ജനവും ആവശ്യപ്പെടുന്നത്. എൻ്റെ മുമ്പിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് DGP ഈ പറയുന്ന കൊടുത്ത കത്തിൻ്റെ മുകളിൽ DGPക്ക് റെക്കമെൻഡ് ചെയ്ത്. ദിവസത്രയായി ബക്രയുടെ 15 ദിവസത്തോളായി. എന്താ മുടക്ക്? ഒരു മുടക്കുമില്ല. ഒരു കടലാസിൽ ഒപ്പിട്ടാൽ മതി. എന്താ സുഹൃത്തുക്കളെ ഒപ്പിടാത്തത്? എന്താണിത് പ്രതിപക്ഷത്തിന് പറഞ്ഞിട്ടുണ്ടാവാത്തത്? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ. എന്തേ ആണത്തത്തോടു കൂടി പറയാത്തത്, ഇടപെടാത്തത്? അവിടെയാണ് വിഷയം, അവിടെയാണ് നെക്സസ്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ദുരന്തം കടന്നു വരുന്നതിൻ്റെ രൂപം എങ്ങനെയാണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത്, കുരാക്കൂരി ഇരുട്ടാണ് ഭൂമിയിൽ, അവിടെ ഒരു കറുത്ത പാറ, ആ കറുത്ത പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് മെല്ലെ 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 എഴഞ്ഞു വന്നാൽ ആ പാറപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് കാണാൻ സാധിക്കുമോ? അങ്ങനെ ആ കറുത്തിരുമ്പ് കരാള ഹസ്തം പോലെ ഈ സംസ്ഥാനത്തെ വളഞ്ഞു പിടിക്കുന്നുണ്ട്. അതും ഈ നെക്സസിന്റെ ഭാഗമാണ്. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത് ഭക്ഷണം തന്നെയാണല്ലോ. ഇത്രയേ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ലാത്തത് കൊണ്ട് ഒരു രാഷ്ട്രീയ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് ശരിയുമല്ല. ഇവിടെ ആക്ഷൻ കൗൺസിൽ വിളിച്ച യോഗത്തിൽ നിങ്ങളെ കണ്ട് 2 വാക്ക് സംസാരിക്കുക എന്ന സതുദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മാമി വിഷയത്തിലും പാനൂരിൽ ആഷർ വിഷയത്തിലും ശക്തമായ നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. ആ കുടുംബത്തിന് നീതി കിട്ടേണ്ട, ഒരു പാവപ്പെട്ട കുടുംബം, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കുട്ടിയെ ആ കുടുംബത്തിനുണ്ടായിരുന്ന അത്താണി ഇപ്പോഴും ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നു. ടൗണിൽ ഓട്ടോറിക്ഷ നിർത്തി അദ്ദേഹം ഒന്ന് ചായ കുടിക്കാൻ പോയാൽ ആ ഓട്ടോറിക്ഷ കാറ്റൊഴിച്ചു വിടുന്നു, പെട്രോളിൻ്റെ ടാങ്കിൻ്റെ പൈപ്പ് വലിച്ചു വിടുന്നു. ആരാണിതൊക്കെ? ഇതാണ് സ്ഥിതി. ഈ കൊള്ള സംഘത്തിന് വിഹരിക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് പിന്തുണ നൽകാൻ ഈ ജനത്തിന് സംരക്ഷണമേകിൻ്റെ പോലീസിൻ്റെ ഒരു വലിയ വിഭാഗം, ഒരു ചെറിയ വിഭാഗം അവരോടൊപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിൻ്റെ മുകളിലൂടെയാണ് കേരളം സഞ്ചരിക്കുന്നത്. അതിൽ നയം വ്യക്തമാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അജിത് കുമാർ സ്ഥാനത്ത് നിന്ന് മാറും. അത് കയ്യൊട്ടി ആഘോഷിക്കാനും നിൽക്കണ്ട.
എന്താ മാറിയിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? അടുത്ത കസാരയിലേക്ക് കയറിയിരിക്കും. സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഈ കൊടുത്ത ഡോക്യുമെന്റിൽ തന്നെയുണ്ട്. അതുണ്ടാകും എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇവിടെ ഈ വിഷയത്തിൽ നീതി പുലരും എന്ന് ഞാനിപ്പോൾ 52%, 51% ഞാൻ സംശയിക്കുകയാണ്. ജനങ്ങൾ അതിശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയില്ലെങ്കിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് ഒരു ഫയലും എത്തൂല. സത്യസന്ധരായ കംപ്ലീറ്റ് ഓഫീസേഴ്സിനെ ഷണ്ഡീകരിച്ചിരിക്കുകയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ഈ നാടിനോട്, ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള, മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥർ, വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തൊട്ട് SI റാങ്ക് വരെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷത്തെയും ഷണ്ഡീകരിച്ച് മൂലക്കാക്കിയിരിക്കുന്നു. വിരലിലെണ്ണാവുന്ന ഈ കൊള്ള സംഘത്തിന്റെ ക്രിമിനലുകളുടെ കയ്യിൽ പോലീസിനെ ഇട്ട് അമ്മാനമാടുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിയില്ല എന്ന മട്ടിൽ കൈമലർത്തി ഈ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നവരുടെ നേരെ വിരൽ ചൂണ്ടി കള്ളൻ എന്ന് വിളിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിൽ. അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആ പ്രതികരണത്തിൽ ഈ നാടിൻ്റെ, ഈ കോഴിക്കോടിൻ്റെ എല്ലാവിധ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ആ പോരാട്ടത്തിന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ വഴി തന്ന ഒരു മിനിറ്റ് ലാൽ സലാം. അല്ല, ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കറണ്ട് കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പോൾ അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വിഷയം ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നീ കാണുന്ന, ഞാൻ പറഞ്ഞില്ലേ, വളരെ മൈന്യൂട്ടായ പോലീസ് ചെറിയ ശതമാനമാണ്. ഇവിടെയൊക്കെ ഒരുപാട് സാധുക്കൾ കാക്കിയിട്ട് നിൽക്കുന്നുണ്ട്. കാണുന്ന പോലീസുകാരോടൊന്നും നിങ്ങൾ ദയവായി അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരുപാട് പോലീസുകാർ നമുക്കറിയാം, വളരെ ചെറിയൊരു ശതമാനം അവരാണ് ക്രിമിനലുകൾ, അവരാണ് ഇതിൻ്റെ പിന്നിൽ. ആ ഒരു കണ്ണ് വെച്ച് ആ പൊതുസമൂഹത്തെ, ആ കാക്കിയണഞ്ഞവരെ നിങ്ങൾ കാണരുത്. ഈ നാടിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ ദുരന്തങ്ങളിലും, എല്ലാ നിപ്പയിലും, എല്ലാ കൊറോണയിലും ഈ ജനങ്ങളോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ പോലീസ്. നിങ്ങളത് മനസ്സിലാക്കണം. ആ പോലീസും കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പോലീസും കേരളത്തിൽ തന്നെയാണ്. ലോകത്തിന് മാതൃകയായിട്ടുള്ള പോലീസും കേരളത്തിൽ തന്നെയാണ്. ഈ പറയുന്ന 2, 3, 5% വരുന്ന ഈ ക്രിമിനലുകളാണ് ഈ സമൂഹത്തെ മനുഷ്യർക്ക് വെറുക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റുന്നത്. അതുകൂടി നിങ്ങൾ ദയവായി തിരിച്ചറിയണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു.